ഹലോ, നമ്മുടെ കോഴികളെ ഇവിടെ കാത്തു നിൽക്കുന്നിട്ട് ഒരു സാധനത്തിനായിട്ട്. എന്താണെന്നോ, ഇവർക്ക് തീറ്റ, ഇവരുടെ തീറ്റയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവരിവിടെ ഈ ക്യൂവിൽ നിൽക്കണേന്നൊക്കെ. അപ്പോൾ ഇവരുടെ തീറ്റ ഇന്നത്തേക്ക് എന്താണെന്ന് നോക്കിയാലോ. ഇവരുടെ ഇന്നത്തെ തീറ്റയെ നമ്മുടെ തേങ്ങ നമ്മൾ ആട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ തേങ്ങാക്കൊപ്ര ഉണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങാക്കൊപ്രയും കൊടുത്തേക്കുള്ള കുറച്ച് അരി ഇപ്പോൾ കിട്ടാൻ നല്ല പ്രയാസമാട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, എന്തെങ്കിലും ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാട്ടോ കൊടുക്കണത്. കണ്ടോ, അരി ഉണ്ടോ? അങ്ങനെ ഇതെല്ലാം കൂടി നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നെല്ല് കുത്തിക്കുമ്പോൾ തവിട് കിട്ടാറുണ്ടായിരുന്നു, അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ക്വാണ്ടിറ്റി നമുക്ക് കിട്ടിയേനെ കേട്ടോ. ഇപ്പോൾ ഇത് കുറച്ചേ ഉള്ളൂ. ഇവർക്കിപ്പോൾ എന്താ പറയുക, ഇന്നൊരു ദിവസത്തേക്ക് തട്ടിക്കൂട്ടി കഴിക്കാനായിട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ. നോക്കാം, നമുക്ക് അരിയായിട്ട് കൊടുക്കാനായിട്ട് നമുക്ക് മുതലാവില്ല കേട്ടോ. അതുമാത്രമല്ല അരി അങ്ങനെ കിട്ടാനുമില്ല. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. നമുക്കിത് അവരുടെ തീറ്റ സ്ഥലത്ത് കൊണ്ടുപോയി ഇട്ട് കൊടുക്കാം കേട്ടോ. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ടേ, കുഴപ്പമില്ല. ബാ, ക്യൂ കാണിച്ചേട്ടെ ഞാൻ ബാക്കിൽ. തീറ്റ വേണോ? തീറ്റ വേണോ നിനക്ക്? തരാട്ടോ, വാ. ഓടി വന്നേ എല്ലാവരും വീന്നേ. ബാ വാടാ. വിശക്കണ്ടോ? ഇന്ന് കഥാപ്രസംഗം പറയാണ്ട് താടി ഞങ്ങളുടെ തീറ്റ അല്ലേ? തരാട്ടോ. താരുടെ തലി അപ്പുറത്തുനിന്ന്. ഇത് നമ്മുടെ പണ്ടത്തെ പട്ടിക്കൂടാട്ടോ. പണ്ടത്തെ അല്ല, ഇപ്പോഴത്തെ പട്ടിക്കൂടാട്ടോ. അവൻ പുറത്താ കിടക്കുള്ളൂ. അത് കാരണം കാക്കേനെ പറ്റിക്കാനാട്ടോ ഇങ്ങനെ വെച്ച് കൊടുക്കണത്. ഇപ്പോൾ കാക്ക വന്നിട്ട് മുട്ടയും കൊണ്ടുപോകും, തീറ്റയും തിന്നും. അപ്പോൾ കാക്കേനെ പറ്റിക്കാനുള്ള ഏർപ്പാടാണത്. കയറിപ്പോയി തിന്നോ ചെല്ലടാ. ഞാൻ പോട്ടെ, മഴ പെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.